ഇന്ന് നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 20 ക്വസ്റ്റ്യൻ മാത്സ് ഓക്കെയല്ലോ. അപ്പോൾ ഇവരെയും ACC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.061 ഇൻറ്റു 1.3 എത്രയാണെന്ന ചോദ്യം. നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിലെ ഡെസിമൽ എല്ലാം എടുത്തുകളാ. അപ്പോൾ നിങ്ങൾക്ക് 793 എന്ന് വായിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സംഖ്യകൾ യഥാർത്ഥത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡെസിമൽ എടുത്ത് ആദ്യം മാറ്റണം. അതിനകത്ത് ഡെസിമൽ എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 6113. അത് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 793 ആണ്. കാരണം 793 ഡെസിമൽ മാറ്റിയാൽ 793 അല്ലാത്ത മറ്റൊരു ഓപ്ഷനിലില്ല. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 793. ഇനി ഡെസിമലിന് ശേഷം മൊത്തം എത്ര സ്ഥാനം ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഇപ്പൊ ഡെസിമലുള്ള സംഖ്യകൾ എങ്ങനെ ഗുണിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഡെസിമൽ കളയുക, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. 793 ഓപ്ഷനിൽ നിന്ന് കിട്ടിയതാണ് ഇത് കേട്ടോ. ഓക്കെ, ഓപ്ഷനിൽ ഡിഫറൻറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ ഡെസിമലിന് ശേഷം മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 4 ഉണ്ട്. അപ്പൊ ഇവിടെ വലത്തുനിന്ന് 4 സ്ഥാനം ഇടത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. വലത്തുനിന്ന് 4 സ്ഥാനം ഇടത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. 1 മാറി, 2 മാറി, 3 മാറി. ഇനി ഒരു 0 കൊടുത്ത് ഒരു സ്ഥാനം മാറ്റി എഴുതണം. മീൻസ് ഡെസിമലിന് ശേഷം 1 2 3 4 4 സ്ഥാനം ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുക, 0.0793 ഓപ്ഷൻ ബി ഉത്തരം. ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. 1 × 3 3. അത് 0 ആണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ഡെസിമൽ സ്ഥാനം ഇടാവും കേട്ടോ. 0 ആണെങ്കിൽ മാത്രം, ഇല്ലേ കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ചോദ്യം നമ്പർ 2. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ. ഒരു സംഖ്യയുടെ വർഗം എടുത്താലും വർഗമൂലം റൂട്ട് എടുത്താലും തുല്യമാകുന്നത് ഒന്നിനകത്തല്ലേ. ഓപ്ഷൻ സി ഉത്തരം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1ന്റെ വർഗം എടുത്ത് 1ന്റെ വർഗം എത്ര? 1 തന്നെ. ഇനി 1ന്റെ വർഗമൂലം എടുത്ത് റൂട്ട് 1 എത്ര? 1 തന്നെ. അപ്പൊ വർഗവും വർഗമൂലവും തുല്യമാവുന്ന ഒന്നിനാ. നിങ്ങൾ 25ന്റെ വർഗം എടുത്താൽ 625, റൂട്ട് എടുത്താൽ 5. 10ന്റെ വർഗം എടുത്താൽ 100, റൂട്ട് എടുത്താൽ റൂട്ട് 10. 2ന്റെ വർഗം എടുത്താൽ 4, 2ന്റെ റൂട്ട് എടുത്താൽ റൂട്ട് 2 1 something. അപ്പൊ ഇതൊന്നും തുല്യമല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം 1. ചോദ്യം നമ്പർ 3. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ തൊട്ട് ആദ്യം ഒരു 0 ചേർത്താൽ അഖണ്ഡ സംഖ്യകളായി കേട്ടോ. അതായത് 0 1 2 3 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. 4. അപ്പൊ ഇത്രയാപ്പം തന്നെ 5 സംഖ്യകളായി. 0 1 2 3 4. അപ്പൊ ഇതിന്റെ ഗുണനഫലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. ഇതിനകത്തൊരു 0 ഉണ്ടായേണ്ട സ്ഥിതിക്ക് ഇതിനെല്ലാം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 0 അല്ലേ കിട്ടത്തുള്ളൂ. ഇനി എത്ര വരെയുള്ള അഖണ്ഡ സംഖ്യകളായാലും ആദ്യം മുതലുള്ള അഖണ്ഡ സംഖ്യകൾ, ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എടുത്താലും 0 തന്നെ ആയിരിക്കും. കാര്യം ഇതിനകത്തൊരു 0 ഉണ്ട്. 0 × 1 0, 0 × 2 0, അങ്ങനെ 0 ആയി മാറിക്കോളും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെ ചോദ്യം. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത. അപ്പൊ വേഗത കണ്ടെത്താനുള്ള റിസൾട്ട് നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, 2 മണിക്കൂർ കൊണ്ട്, അത് ടൈമാണ്. താഴെ കിടക്കുന്ന ആള് 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ 120. അപ്പൊ 120/2 എന്ന് വരും. അപ്പൊ 60 എന്ന് വരും. യൂണിറ്റോ ഇത് കിലോമീറ്റർ ആണ്, ഇത് 2 മണിക്കൂറാണ്. അപ്പൊ കിലോമീറ്റർ പെർ അവർ എന്നുള്ള യൂണിറ്റും വരും. ഓക്കെ, അപ്പൊ സ്പീഡിന്റെ ആൻസർ 60 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ സി ഉത്തരം. ചോദ്യം നമ്പർ 5. 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? സിമ്പിൾ അല്ലേ. അപ്പൊ ലാഭശതമാനം, ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, അതിന്റെ ശതമാനം കണ്ടെത്താൻ പ്രോഫിറ്റ് ബൈ വാങ്ങിയ വില × 100. ഓക്കെ, ഇതാണല്ലോ റിസൾട്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. 500 രൂപയ്ക്ക് വാങ്ങി 550 രൂപയ്ക്ക് വിറ്റ്. അപ്പൊ എത്ര രൂപ അധികം കിട്ടിയോ അത് ലാഭം. 500 രൂപയ്ക്ക് വാങ്ങി 550 രൂപയ്ക്ക് വിറ്റപ്പോൾ 50 രൂപ അധികം കിട്ടിയില്ലേ. അപ്പൊ അതാണ് ലാഭം, പ്രോഫിറ്റ്. ബൈ വാങ്ങിയ വില, വാങ്ങിയ വില എത്ര? 500 × 100. ഈ 2 0, ഈ 2 0 8 50/5 എത്ര? 10% ലാഭം. ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല യഥാർത്ഥത്തിൽ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 6ാമത്തെ ചോദ്യം. 2/7ന്റെയും 1/4ന്റെയും തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? 2 ഭിന്നസംഖ്യകൾ കൂട്ടാൻ നിങ്ങൾ ആദ്യം ക്രോസ് ചെയ്ത് ഗുണിക്കണം. 2 × 4 8. എന്നിട്ട് ഈ നടുക്കത്തെ സൈൻ എടുത്ത് ഇവിടോട്ട് വയ്ക്കണം. എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 1 7. ഓക്കെ, മേളത്തെ പരിപാടി കഴിഞ്ഞ് ഒരു ബൈ ഇട്ടിട്ട് താഴെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ വെക്കണം. 7 × 4 28.
8 അധികം 7 എത്രയാണ്? 15. അപ്പോൾ 15/28. ഇതാണ് ആൻസർ. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഓപ്ഷൻ എ. 7ാമത്തെ ചോദ്യം. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45ആയി. വന്നയാളുടെ പ്രായം എത്ര? നിങ്ങൾ നോക്കണം. എണ്ണം ശരാശരി മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കിട്ടും. ഓക്കെ, 4 വ്യക്തികൾ എണ്ണമാണ്. ശരാശരി പ്രായം 40 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ആ 4 പേരുടെ ടോട്ടൽ വയസ്സ് 160 കിട്ടും. 4 പേരുടെ ടോട്ടൽ വയസ്സ് 160. പുതിയ ഒരാൾ കൂടി വന്നു, അപ്പോൾ 5 പേരായി. അപ്പോൾ ശരാശരി പ്രായം 45ലേക്ക് മാറി. ഓക്കെ, 45 × 5 എത്ര കിട്ടും? 225 അല്ലേ? 45 × 5 225 അല്ലേ? ആണ്. 225. 40 × 5 200, 5 25 225. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. 4 വ്യക്തികളുടെ തൂക്കം, ആകെ വയസ്സെന്ന് പറയുന്നത്, വയസ്സാണേ, പ്രായം 160. 5ാമത് ഒരാളും കൂടെ വന്നപ്പോൾ ആകെ വയസ്സ് 225. അപ്പൊ എക്സ്ട്രാ കേടിയത് പുതിയ ആളുടെ വയസ്സ്. അതായത് 225 ന്ന് 160. മീൻസ് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതിയാവും. 5 6 6 12 65 എന്ന് കിട്ടും. ഓപ്ഷനിൽ ഉണ്ടോ നോക്കണമുണ്ട്. ഓപ്ഷൻ സി ഉത്തരം. 8ാമത്തെ ചോദ്യം. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ലിസ്റ്റ് എഴുതണം. അപ്പൊ 60 കഴിഞ്ഞാൽ 61 ഒരു അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ മറ്റു സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യ. 61നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യ. 61നെ ഏതെങ്കിലും കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പിന്നെ 62 നോക്കണ്ട. 63. 63 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ശരിയല്ലേ? 6 3 കൂട്ടി 9. 64 നോക്കണ്ട. 65 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 67. 66 നോക്കണ്ട. 67 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു അഭാജ്യ സംഖ്യയാണ്. മറ്റു സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ 67 കഴിഞ്ഞ 68 നോക്കണ്ട. 69 നോക്കണ്ട. 69 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിളാണ്. 9 6 15. 15നെ 3 കൊണ്ട് പറ്റും. അപ്പോൾ 69നെ പറ്റും. എന്ന് വെച്ചാൽ 60നും 70നും ഇടയ്ക്ക് 61ഉം 67 മാത്രമേ അഭാജ്യ സംഖ്യ ആയിട്ടുള്ളൂ. കൂട്ടി നോക്കുക. 8 6 6 12 128 എന്ന് വരും. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. 9ാമത്തെ ചോദ്യം. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക, ആദ്യത്തെ n എണ്ണമാണേ. n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 അത്രയേ ഉള്ളൂ. അപ്പൊ 10 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n 10 ആയി മാറും. അപ്പൊ 10 × തൊട്ടടുത്ത സംഖ്യ 10 + 1 11. 10 × 11 110 കിട്ടും. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കൊണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളില്ല. എണ്ണൽ സംഖ്യകളിലുള്ള ആദ്യത്തെ 10 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 4 6 8 10 അങ്ങനെ 20 വരെ പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ. 24 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ലസാഗു LCM ആണേ. ഓക്കെ, ഇതിനെ രണ്ടിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കൊണ്ട് ഹരിച്ച് പോട്ടെ. 24നെ 60നെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. 24നെ 12 കൊണ്ട് ഹരിച്ചാൽ 2, 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി 2നെ 5നെ ഹരിക്കാൻ പറ്റും ആരെയും കൊണ്ട്. ഹരിക്കുകയെങ്കിൽ ഹരിച്ച് പോകണം. ആരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പൊ ഇനി വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്താൽ LCM 2 × 5 10, 10 × 12 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കൊണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. 11ാമത്തെ ചോദ്യം. 15 × 6 + 120 / 4 - 50. ബോട്ട്മാസ് റൂൾ ഫോളോ ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. പിന്നെ ഡിവിഷൻ ചെയ്യണം. ഇതാണ് ഡിവിഷൻ. ഡിവിഷനായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതോടെ കൂട്ടിട്ട് ചെയ്യാം. ഇത് രണ്ടും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. അതായത് 15 × 6. ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ നമ്പറിലൊന്നും അല്ലാതെ മാറി നിൽക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അങ്ങ് ചെയ്യാം, കൂട്ടത്തിൽ ചെയ്യാം. 15 × 6 60 30 90 എന്ന് കിട്ടും. എന്നിട്ട് ഈ പ്ലസ് അങ്ങനെ തന്നെ ഇടണം. 120നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 120/4 എത്ര? 30 അല്ലേ? 30 × 4 അല്ലേ 120? 30 - 50. പിന്നെ അഡിഷൻ ചെയ്യണം. 90 30 ഇവിടെ 120. 120 - 50 എത്ര? 70. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഉണ്ട്. ഓപ്ഷൻ ഡി. 12ാമത്തെ ചോദ്യം. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ 2/10ന്റെ ഡബിൾ ആണ് 2/11. എന്നുവെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു സംഖ്യ 5ന്റെ ഡബിളായ 10 കിട്ടാൻ 5നോടൊപ്പം 5 കൂട്ടിയാൽ പോരെ. 4ന്റെ ഡബിളായ 8 കിട്ടാൻ 4നോടൊപ്പം 4 തന്നെ കൂട്ടിയാൽ പോരെ. 2/10ന്റെ ഡബിളാണ്. അതായത് 2/10നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് 2/11.
2/10 ജസ്റ്റ് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ കിട്ടുന്ന സാധനമാണ് 2/11. മീൻസ് 2/10 ഡബിൾ ആണ് 2/11. അപ്പൊ 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടുമെന്ന് വെച്ചാൽ ഇതിന്റെ ഡബിൾ അല്ലേ ഇത്. ഇത് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടണ്ടേ. 2/10 മീൻസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റിലോട്ട് പോക്കോ. ഓപ്ഷൻ ബി നമ്മൾ ഉത്തരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ വെറുതെ ഒരു കാര്യം പറയുക. 2/10 എത്ര കൂട്ടിയാൽ, എത്ര എന്ന് വെച്ചാൽ എക്സ് കൂട്ടിയാൽ 2/11 കിട്ടും. ഈ എക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ആ എക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2/10 അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യണം. അപ്പൊ 2/11 മൈനസ് 2/10. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 2 11 തവണയുണ്ടെന്നാ ഇവിടെ 2 10 തവണയുണ്ടെന്നാ. അപ്പൊ ഈ രണ്ട് ടൈമിലും 2 10 തവണ എന്തായാലും മിനിമം ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് പുറത്തെടുക്കണം. ഓക്കെ, 2 11 തവണയുണ്ട്. അതിൽ 2 10 നമ്മളങ്ങ് വെളിയിൽ കൊണ്ടുപോയി. അതാണ് 2/10. പിന്നെ ഒരു 2 ഒരെണ്ണം അവിടെ കാണും. 2 ഒരെണ്ണം 2/10 അത് തന്നെ കോമൺ എടുത്ത് അവിടെ 1 ആവും. അല്ലെങ്കിൽ 2/0 വരും. കാരണം 2/10 2/10 പോയാൽ പിന്നെ 2/0 മീൻസ് 1. അല്ലെങ്കിൽ ഏത് സ്ഥാനത്ത് നിന്നും അത് തന്നെ കോമൺ എടുത്താൽ 1 കിട്ടുന്നത് നമുക്കറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 2/10 ഇൻറ്റു 2/1 2 ആണ്. 2 ൽ 1 പോയാൽ 1 ആണ്. 1 ഇൻറ്റു 2/10 2/10 കിട്ടും. മീൻസ് എക്സ്. ഇതിനോട് എന്ത് കൂട്ടിയാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞുള്ള എക്സിനുള്ള ഉത്തരം കിട്ടി 2/10. ഓക്കെ, ഓപ്ഷൻ ബി. അച്ഛൻ്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. അപ്പൊ അച്ഛനുണ്ട്, മകനുണ്ട്. അവരുടെ ഇപ്പോഴത്തെ പ്രസന്റിലെ വയസ്സുകളുടെ അംശബന്ധം 5:1 ആണെന്ന് തന്നിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞ്, അതായത് ഒരു 4 വർഷത്തിന് ശേഷം ഇവരുടെ അംശബന്ധം 4:1 ആവുമെന്നാണ് പറയുന്നത്. 2 അംശബന്ധം ഉണ്ടെങ്കിൽ ഏജില്ലാത്ത ആൾക്കാരുടെ വയസ്സ് കണ്ടെത്താൻ ഈസിയാണ്. ഇവിടെ അച്ഛൻ്റെ വയസ്സാണ് ചോദ്യം. ഈ അച്ഛൻ്റെ വയസ്സ് നമുക്ക് ഈസി ആയിട്ട് ഇനി കണ്ടെത്താം. ഒരൊറ്റ വര വരയ്ക്കുക. മേളിൽ ഒരു 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 3 നമ്പർ. ഓക്കെ, താഴെ ഈസിയാണ്. മേളിൽ ഒരു 3 നമ്പർ. ഇതേപോലെ 2 റേഷ്യോ ഉള്ളിടത്തെല്ലാം നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ അച്ഛന്റെ വയസ്സാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പൊ അച്ഛന്റെ റേഷ്യോ എടുക്കാം. അച്ഛന്റെ റേഷ്യോ 5 കൊണ്ട് 4 ഉണ്ട്. ഏതും എടുക്കാം. 5 എടുത്താൽ പ്രസന്റ് വയസ്സ് കിട്ടും. 4 എടുത്താൽ 4 വർഷം കഴിഞ്ഞുള്ള വയസ്സ് കിട്ടും. ഞാനിപ്പോൾ നമുക്ക് പ്രസന്റ് വയസ്സല്ലേ വേണ്ടുന്നത്, അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ ഞാൻ ഈ 5 എടുത്തു. ഓക്കെ, ഇനി 4 എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞുള്ള വയസ്സ് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് 4 പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് നേരിട്ട് 5 എടുക്കുന്നത്. അപ്പൊ പ്രസന്റ് വയസ്സ് നമുക്ക് കിട്ടാൻ പോവാം. ഇനി നിങ്ങൾ ഈ 2 റേഷ്യോനെയും പരിഗണിക്കണം. ഈ ഫസ്റ്റ് നമ്പറായിട്ട് നമ്മൾ ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത റേഷ്യോയിൽ പോയി അതിന്റെ ഡിഫറൻസ് എടുക്കണം. ആ 2 സംഖ്യകളുടെ വ്യത്യാസം, 4 1 തമ്മിലുള്ള വ്യത്യാസം എത്ര? 3. അതാണ് നമ്മുടെ രണ്ടാമത്തെ സംഖ്യ. പിന്നെ ഈ റേഷ്യോയിൽ നിന്ന് ഈ റേഷ്യോയിലേക്കുള്ള ദൂരമാണ്. അതായത് പ്രസന്റിൽ നിന്ന് 4 വർഷത്തിന് ശേഷം. അപ്പൊ 4 വർഷത്തിന്റെ ഗ്യാപ്പില്ലേ. അപ്പൊ ആ 4 പിന്നീട് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ മേളിൽ എഴുതേണ്ട 3 നമ്പർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മൾട്ടിപ്ലൈ എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ബൈ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്ത് മൈനസ് ചെയ്താൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉണ്ട്. 5 ൽ 1 5 × 1 5 മൈനസ് 4 × 1 4. ഇത്രയേ ഉള്ളൂ. 3 12 5 60 വണ്ടേ കിട്ടും. താഴെ 5 4 പോയ 1 കിട്ടും. 60/1 60 വയസ്സ്. പ്രസന്റ് വയസ്സാണ് അച്ഛന്റെ പ്രസന്റ് വയസ്സ് 60 വയസ്സ്. ഓപ്ഷൻ എ ഉത്തരം. 14ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 25 9 16 42 49 67. 25 ഒരു വർഗമാണ് 5ന്റെ സ്ക്വയർ. 9 ഒരു വർഗമാണ് 3ന്റെ സ്ക്വയർ. 16 4ന്റെ സ്ക്വയർ ആണ്. 49 7ന്റെ സ്ക്വയർ ആണ്. 64 8ന്റെ സ്ക്വയർ ആണ്. 42 ഒരു വർഗമല്ല. അപ്പൊ ഒറ്റയാൻ 42 ആണ്. ഓക്കെ, പൂർണ്ണവർഗമല്ല കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? നിങ്ങൾ ആലോചിക്കണം. 20% നഷ്ടത്തിലാണ് വിറ്റത്. 20% നഷ്ടത്തിലാണ് വിറ്റെങ്കിൽ അവിടെ വിറ്റ വിലയുടെ പെർസെൻറ്റേജ് 80% ആയിരിക്കും. വിറ്റ വിലയുടെ പെർസെൻറ്റേജ് 80%. അത് 400 രൂപ എന്ന് തന്നിട്ടുണ്ട്. വിറ്റ വില 400 രൂപയ്ക്ക് വിറ്റു. അപ്പൊ 80% 400 രൂപ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില എപ്പോഴും 100% ആയിരിക്കും ഏത് ചോദ്യം എടുത്താലും. ഓക്കെ, വാങ്ങിയ വില 100% ആണ്. അപ്പൊ ആ 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 80 400 ആണ്. അപ്പൊ 80നെ 400 ആക്കാൻ ഈസിയാ. ജസ്റ്റ് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 80 × 5 അല്ലേ 400. അതേ 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് കറസ്പോണ്ടിങ് നമ്പർ കിട്ടും. അതായത് 100 × 5 എത്ര? 500. അതായത് വാങ്ങിയ വില 500 രൂപയായിരിക്കും. 500 രൂപയുടെ 20% എത്ര? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 500 രൂപയുടെ 10% 50 ആണ്. 500 രൂപയുടെ 20% 100 ആണ്. അപ്പം 20% നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ 100 രൂപ നഷ്ടത്തിൽ വിറ്റ് 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം
100 രൂപ നഷ്ടത്തിൽ വിൽക്കുമ്പോൾ 400 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. ഓപ്ഷൻ നോക്കിയാലും കിട്ടും. 6ാമത്തെ ചോദ്യം 8, 11, 14, 17, 20 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. ആദ്യത്തെ n പദങ്ങളുടെ തുക Sn എന്ന് പറയുന്നത് n/2 × 2a പ്ലസ് സമാന്തര ശ്രേണിയിലെയാണ് n-1 × d. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഈ ശ്രേണിയിലെ 20 പദങ്ങളുടെ തുകയാണ് വേണ്ടുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 20 ആണ്. നമുക്കിവിടെ a വേണം. a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ് കേട്ടോ. അതായത് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 8 ആണ്. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൊണ്ടിരിക്കും. ആ കൂടി പോകുന്ന ആളെയാണ് d എന്ന് വിളിക്കുന്നത്. അതായത് ഈ 11 ൽ 8 കുറച്ച് നോക്കിയാൽ മതി. 11 ൽ 8 കുറച്ച് 3. ആ 3 ആയിരിക്കും ഇത് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. 8 + 3 11, 11 + 3 14, 14 + 3 17 അങ്ങനെ പോകും. അപ്പൊ n ഉണ്ട്, a ഉണ്ട്, d ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ. n എന്ന് പറഞ്ഞാൽ എത്ര? 20. 20/2. 2a എന്ന് പറഞ്ഞാൽ എത്ര? 8 പ്ലസ് n-1. n എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 - 1 n-1 20 - 1 n എന്ന് പറഞ്ഞാൽ 20 20 - 1 19. d എന്ന് പറഞ്ഞാൽ എത്ര? 3. 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. 2 × 8 16 കിട്ടും. 19 × 3 9 × 3 27 2 1 3 3 5 57 എന്ന് കിട്ടും. അങ്ങനെ 10 × ഓക്കെ 57 10 67 6 73 എന്ന് വരും. 73 × 10 730 എന്ന് വരും. 730 7 13 5 1 6 7 73 × 10 730. ഓപ്ഷൻ സി ഉത്തരം. 17ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ ഏത്? അതായത് ഏതോ ഒരു സംഖ്യയുടെ വർഗം 64 ആണ്. അത് ഏത് സംഖ്യയുടെ വർഗമാണെന്ന് നിങ്ങൾക്ക് അറിയാം. 8ന്റെ വർഗം അല്ലേ? അപ്പൊ 8ന്റെ വർഗമാണ് 64. നമ്മുടെ ചോദ്യം പറഞ്ഞ എന്തുവാ? ഏതോ ഒരു സംഖ്യയുടെ 3 കൂട്ടിയതിന്റെ വർഗമാണ് 64. അപ്പൊ ഏതോ ഒരു സംഖ്യയുടെ കൂടെ 3 കൂട്ടിയതാ 8. അപ്പൊ ആ സംഖ്യ ഏതായിരിക്കും? 5 അല്ലേ? അപ്പൊ 5നോടൊപ്പം 3 കൂട്ടപ്പോൾ 8. എന്നിട്ട് വർഗം എടുക്കുമ്പോൾ 67. ഓക്കെ, ഓപ്ഷൻ സി ഉത്തരം. ശ്രദ്ധിച്ചു നോക്ക്. ഏതോ ഒരു സംഖ്യ അതിനോടൊപ്പം 3 കൂട്ടി വർഗം എടുത്തപ്പോൾ 67 കിട്ടിയെന്ന. അപ്പൊ 6 ആയിരുന്നെങ്കിൽ 6 3 9. 9ന്റെ വർഗം 67 അല്ല. 7 ആണെങ്കിൽ 7നോടൊപ്പം 3 കൂട്ടി വർഗം എടുക്കുമ്പോൾ 67 കിട്ടുമോ? 7 + 3 10. 10ന്റെ വർഗം 64 അല്ല. 5 5 + 3 എടുത്താൽ 8. 8ന്റെ വർഗം 64 ആണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. അപ്പൊ എണ്ണം എഴുതി, ആവറേജ് എഴുതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കിട്ടി. ഓക്കെ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികൾ, ശരാശരി ഭാരം 35 കിലോഗ്രാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കി നമുക്ക് പിന്നെ വായിച്ചാൽ മതി. 35 × 3 105 അല്ലേ? 105. ഈ 0 ചേർന്ന് 1050. അതായത് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുണ്ട്, ശരാശരി ഭാരം 35 കിലോഗ്രാം വെച്ചാൽ അപ്പോൾ 30 × 35 ചെയ്യുമ്പം ആ ക്ലാസ്സിലെ ടോട്ടൽ ഭാരം കിട്ടും. മൊത്തം കുട്ടികളും കൂടെ ഒരു ത്രാസിൽ കയറിയുന്ന എത്ര തൂക്കം വരും? 1050 കിലോഗ്രാം വരും. ഇനി ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തി. അപ്പൊ 30 വരുന്നുള്ളത് 31 പേരായി. അപ്പൊ ആ ത്രാസിലോട്ട് ടീച്ചർ കൂടെ കയറിയുന്നു. അപ്പൊ ശരാശരി 36 ആയെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ശരാശരി 36 ആയെന്ന് പറഞ്ഞാൽ എണ്ണം 31, ശരാശരി 36 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയപ്പം ടോട്ടൽ. അപ്പൊ 36 × 31 അടി 1 6 6 1 3 3 6 3 18 3 9 1 10 6 11 1 1. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന 1116. അപ്പൊ ടീച്ചർ ഇല്ലാതെ ത്രാസിൽ കാണിച്ചത് 1050. ടീച്ചറെ കൂടെ കയറി നിന്നപ്പോൾ 1116. കൂടിയത് ടീച്ചറിന്റെ ഭാരമാണല്ലോ. അപ്പൊ 1116 ന്ന് 1050 കളയണം. 6 6 5 11 66 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ. 2 6 12 20 30 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താം. 2 6 ആയി, എത്ര കൂടി? 4 കൂടി. 6 12 ആയി, എത്ര കൂടി? 6 കൂടി. 12 20 ആയി, എത്ര കൂടണം? 8 കൂടണം. 4 6 8. അടുത്ത സ്വാഭാവികമായിട്ടും 10 ആയിരിക്കുമല്ലോ കൂടുന്നത്. അപ്പൊ 10 കൂടി. 20 + 10 30. 4 6 8 10. ഇനി സ്വാഭാവികമായിട്ടും 12 കൂടേണ്ടി വരും. അപ്പൊ 30 + 12 42 എന്ന് വരും. ഓപ്ഷനിൽ തപ്പി ഇറങ്ങണം. ഓപ്ഷൻ ബി ഉത്തരം. 20ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കണം, ഒരു സംഖ്യ നമുക്ക് x എന്ന് വിളിക്കാം. അതിന്റെ 2/3 എന്ന് പറയുന്നത് 80 എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കണ്ടെത്താൻ ഈ 2/3 ഒരു സംഖ്യ x, അതിന്റെ 2/3 ആണ് 80. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80. അപ്പൊ ഈ 2/3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ നമ്മുടെ ഉത്തരം. അപ്പൊ 2/3 ഒരു ഫ്രാക്ഷൻ ഗുണിച്ച് ഇട്ടേക്കുന്ന ഒരു ഭിന്നസംഖ്യ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അതങ്ങ് തിരിയും. അതായത് 3/2 എന്ന രീതിയിലേക്ക് മാറും.
ഈ 2ഉം 80 കൂടെ കട്ട് ചെയ്ത് പോയി 40, 40 × 3 120 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. പിന്നെ ഒരു കാര്യം കൂടെ ചുമ്മാ പറയാ, ഒരു സംഖ്യയുടെ 2/3 ഭാഗമാണ് 80. എന്നുവെച്ചാൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ അതിൽ 2 എണ്ണം 80. ഓക്കെ, 2 എണ്ണം 3ആയിട്ട് ഒരു സാധനത്തിനെ മുറിച്ച് വെച്ചാൽ അതിൽ 2 എണ്ണം 80 ആണെന്നാ പറയുന്നത്. അതായത് 2 80 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളും കൂടെ 3ഉം ചേരുന്നതല്ലേ, 3 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 2 80 ആണെങ്കിൽ 3 എത്ര? അത്രയേ ഉള്ളൂ ചോദ്യം. 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 80 കിട്ടും? 40 അല്ലേ? അതേ 40 എടുത്ത് താഴെ ഗുണിച്ചാൽ മതി. ഉത്തരമാണ് 120. ഓക്കെ, തീർന്നിരിക്കുന്നു.